EFTക്ക് ശേഷമുള്ള എന്നെക്കുറിച്ച്, എന്റെ മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ളത്. ഞാൻ തൈറോയിഡിന്റെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്, തൈറോയിഡ് 50. അത് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് എനിക്ക് യാതൊരുവിധ സിംറ്റംസുകളും പിന്നീട് വന്നിട്ടില്ല. പിന്നീടുള്ളത് മൈഗ്രെയിൻ. 22 വർഷമായിട്ട് മൈഗ്രെയിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. മെഡിസിൻ കഴിച്ചുകൊണ്ട് MRIയും കാര്യങ്ങളുമായിട്ട് ഭയങ്കര മറ്റെന്തോ അസുഖമാണെന്ന് വിചാരിച്ച് കണ്ണിന് കാഴ്ചയൊക്കെ പോകുന്ന ഒരു അവസ്ഥ, വൊമിറ്റിങ്, ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. EFTക്ക് ശേഷം ഞാൻ മൈഗ്രെയിന് വേണ്ടിയിട്ട് ഒരു മെഡിസിനും കഴിച്ചിട്ടില്ല. പിന്നെ മന്ത്ലി ഒരു 7,000 മിനിമം ഞാൻ മെഡിസിന് വേണ്ടി സ്പെൻഡ് ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷേ EFTക്ക് ശേഷം ഞാൻ എന്റെ ബോഡിയിലേക്ക് മെഡിസിന് വേണ്ടി ഒരു പൈസ പോലും ചെലവാക്കിയിട്ടില്ല. ഞാൻ കോഴ്സ് ചെയ്യാൻ വന്ന സമയത്ത് ഞാൻ ഒരു ആശങ്കയിലും പെട്ടിട്ടില്ല. ഞാൻ പൈസ മറിച്ചിട്ടാണ് ചെയ്തത്. അഡ്വാൻസ് ചെയ്തത് ഞാൻ എന്റെ ഗോൾഡ് വിറ്റിട്ടാണ്. പക്ഷെ ഞാൻ എന്റെ ലൈഫ് ലോങ്ങിലുള്ള മെഡിസിന്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു അംശം പോലും പൈസ ഞാൻ EFTയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ആസ്വദിക്കുന്നത്. എന്റെ ലൈഫിന്റെ ഓരോ സെക്കൻഡും ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ഗ്യാസ് ട്രബിളിന്റെ ബുദ്ധിമുട്ടുകൾ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. അതൊന്നും എന്നെ ഇപ്പൊ ഒരു തരത്തിലും അലോസരപ്പെടുത്തുന്നില്ല. അതുപോലെ അഡിനോമയോസിസ് വന്നിട്ട് യൂട്രസിന്റെ സൈഡിൽ ബ്ലഡ് ക്ലോട്ട് ആയിട്ട് വരുന്ന ഒരു അവസ്ഥയാണ്. അത് മന്ത്ലി ഭയങ്കര പെയിൻ ആണ് ഉണ്ടാക്കാറ്. ആ ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പൊ എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. വളരെ ആസ്വദിച്ചുകൊണ്ട് ആ ദിവസങ്ങൾ കഴിഞ്ഞു പോകാൻ കഴിയുന്നുണ്ട്.